ഇത് ചിക്കൻ രസം. പേരിൽ തന്നെ ഒരു പുതുമയില്ലേ, അതുപോലെ ഇതിൻ്റെ രുചിയിലും ഒരു പുതുമയുണ്ട്. ചിക്കൻ രസം സർവിങ് ഡിഷിലേക്ക് മാറ്റാം. കാൽ കിലോ ചിക്കൻ കൊണ്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. ഇത് അല്പം എല്ലോടുകൂടി ചിക്കൻ എടുക്കുന്നതാണ് നല്ലത്. അതൊന്ന് ഒരു ഇടുകല്ലിലോ എവിടെയെങ്കിലും വെച്ചൊന്ന് പൊട്ടിച്ചെടുക്കണം. 3 ചെറിയ തക്കാളിപ്പഴം, 1 കഷ്ണം ഇഞ്ചി, ഒരു 6-7 വെളുത്തുള്ളി. ഇതിൻ്റെ അകത്ത് ചുമന്നുള്ളി തന്നെ വേണം. അത് ഞാൻ ഒരു 10-20 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. സവാളയല്ല, ചുമന്നുള്ളി തന്നെ വേണം. 3 പച്ചമുളക്, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് മുഴുവനോടെ, 2 ടേബിൾ സ്പൂൺ മല്ലി മുഴുവനോടെ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. പിന്നെ എരിവ് പോരെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 5 എരിവുള്ള വറ്റൽമുളക്, ഒരു ചെറിയ നാരങ്ങ വലിപ്പം വാളംപുളി വെള്ളത്തിലിട്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഉപ്പ് കല്ലാണ് എടുത്തിരിക്കുന്നത്. അതോ പൊടിയോ എന്ത് വേണേലും എടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും വെളിച്ചെണ്ണ. ആദ്യം ഈ കുരുമുളകും മല്ലിയും ചെറിയ ജീരകത്തിൽ 1 ടീസ്പൂൺ 1/4 ടീസ്പൂൺ മാറ്റി വെക്കണം. ഈ മുളകും കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകണ്ട. ഒന്ന് ഈ പച്ചച്ചൊവയൊന്ന് മാറി കിട്ടത്തക്ക രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് ചൂടായി വന്നാൽ മതി. അപ്പം ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചിക്കൻ്റെ ഇതുപോലത്തെ ഒരു ഇടുകല്ലിലിട്ട് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞൊന്നും പോകണ്ട. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതഞ്ഞെടുക്കുക. എല്ലാം ഒന്ന് പൊട്ടിക്കിട്ടുക, അത്രയേ ഉള്ളൂ. ചിക്കൻ്റെ ഇതുപോലെ ഒന്ന് ചതച്ച് എല്ലൊക്കെ ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പൊട്ടിച്ചാൽ മതി. ചുമന്നുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞും വെച്ചിട്ടുണ്ട്, തക്കാളിപ്പഴം ചെറുതായിട്ട് അരിഞ്ഞും വെച്ചിട്ടുണ്ട്. ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന മല്ലിയും കുരുമുളകും ജീരകം എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. അത് ചൂടാറിയിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് തരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇത് തരിയായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ബാക്കി വെച്ചിരുന്ന 1/4 ടീസ്പൂൺ ജീരകം ഉണ്ടല്ലോ, അത് ചേർക്കാം. 2-3 വറ്റൽമുളകും ചേർക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെ ചേർക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടണം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇപ്പം ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, അത് ചേർക്കാം. നമ്മൾ ചൂടാക്കി പൊടിച്ചത് കൊണ്ട് ഒത്തിരി നേരം ഇട്ട് വഴറ്റുമൊന്നും വേണ്ട. തക്കാളിപ്പഴവും പച്ചമുളകും കൂടെ ചേർക്കാം. ആ കൂടെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് ഉപ്പും ചേർക്കാം. ഞാൻ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. ഉപ്പം കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിപ്പഴം ഒന്ന് വെന്തുടയണം. അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെക്കാം. തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് നോക്കാം.
തക്കാളിപ്പഴമൊക്കെ ഇതേ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഏതാണ്ട് ഒരു 3-4 മിനിറ്റ് ഈ ചിക്കൻ തന്നെ ഇട്ട് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്യണം. എരിവും ഇതെല്ലാം ചിക്കനിലൊന്ന് പിടിക്കും, ഉപ്പും ഇതെല്ലാം ചിക്കനിലൊന്ന് നന്നായിട്ട് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് തന്നെയല്ല, ചിക്കനകത്തുനിന്ന് വെള്ളവും കൂടെ ഇറങ്ങി വരണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. പിന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്തോറും അതിൻ്റെ അകത്തുനിന്ന് അല്പം വെള്ളം ഇറങ്ങി വരുന്നത് കണ്ടോ, ഇങ്ങനെ തന്നെ വരണം. എന്നെങ്കിലേ ഈ മസാല മുഴുവനും ഈ ചിക്കനിലൊന്ന് പിടിക്കുള്ളൂ. ഇതിൻ്റെ ഒരു 4 മിനിറ്റ് ആയിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് അരപ്പുമൊക്കെ ആയിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർക്കാം. പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. ഇത് രസമല്ലേ, അല്പം ലൂസായിട്ടിരിക്കുന്നതാണല്ലോ നല്ലത്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ തുറന്ന് വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ കുറച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ വേകുന്നത് വരെ വേവിക്കണം. തീ കുറച്ചിട്ട് കൊടുക്കണം. ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്ക് ചിക്കനൊക്കെ വെന്തോന്ന് നോക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്, മുറിഞ്ഞു പോരുന്നുണ്ട്. ഇനി ഇതിൻ്റെ എരിവും ഉപ്പും പുളിയും എല്ലാം നോക്കണം. ഒരല്പം പുളിയും കൂടെ വേണം. ഇപ്പം പുളി ഒഴിച്ചുകൊണ്ട് ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. ലേശം ഉപ്പും കൂടെ ചേർക്കുവാണ്. ഇതിലേക്ക് അല്പം കറിവേപ്പില ഒന്ന് മുറിച്ച് ചേർക്കാം. അതുപോലെ കുറച്ച് മല്ലിയില ചേർക്കാം. ഇത് മല്ലിയില ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് കായം ചേർക്കുകയല്ല. നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇപ്പം തീ ഓഫ് ചെയ്തൊരു 3-4 മിനിറ്റ് മൂടി വെച്ചിരുന്നാണ്. ചിക്കൻ രസം സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ ചിക്കൻ രസത്തിന് ആവശ്യത്തിനുള്ള എരിവുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചിരുന്ന കുരുമുളക് പൊടി പിന്നെ ചേർത്തിട്ടില്ല. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.